ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ലെവൽസ് ഒന്ന് പരിശോധിക്കാം. ശേഷം ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ടോപ്പ് ലൂസേഴ്സും നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ ടോട്ടലി പോസിറ്റീവായിട്ടുള്ളൊരു പ്രൈസ് ആക്ഷൻ നമുക്കിവിടെ കാണാം. ആൻഡ് 25,323 നല്ലൊരു ക്ലോസിംഗും കിട്ടിയിട്ടുണ്ട്. 178 പോയിന്റ്സ് അപ്പും ആയിരുന്നു ഇന്ന് മാർക്കറ്റ്. അപ്പോൾ അത് 15 മിനിറ്റ് ചാർട്ട് എടുത്ത് സ്പെസിഫിക്കലി നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിഫ്റ്റി സപ്പോർട്ട് എടുത്ത ശേഷം അപ്സൈഡ് റേഞ്ചിലേക്ക് പോയി എവിടെയാണ്, എന്നിട്ട് ആ സപ്ലൈ റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ നാളത്തെ ദിവസം ഈ സപ്ലൈ ബ്രേക്ക് ചെയ്ത് അടുത്ത സപ്ലൈയിലേക്ക് പോകുമോ എന്ന് നമുക്ക് നാളത്തെ ദിവസം ട്രേഡിൻ്റെ ഏകദേശം തീരുമാനമാകും. ഒരു 25,500 റേഞ്ചിന് മുകളിൽ നാളെ ക്ലോസ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലൊരു പ്രൈസ് ആക്ഷൻ മാർക്കറ്റിൽ രൂപപ്പെടും. ആൻഡ് നിഫ്റ്റിയിൽ കുറച്ചും കൂടി സ്ട്രെങ്ത് ഉണ്ടെന്ന് ബയേഴ്സിന്, നമ്മളെപ്പോലെ റീറ്റെയിലേഴ്സിന് ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാൻ കഴിയും. സോ നാളെ നമുക്ക് ഇൻട്രാഡേ ലെവൽസ് നാളെ രാവിലെ പരിശോധിക്കാം. എന്തായാലും ഇന്നത്തെ ക്ലോസിംഗിൽ നിഫ്റ്റി ഒരു സപ്ലൈ റേഞ്ച് ടെസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ ഈ ഒരു ഏരിയ വളരെ ക്രൂഷ്യൽ സോണാണ്. ഇപ്പോൾ സപ്ലൈയിൽ തൊട്ട് താഴെ വരുമോ ഇല്ല എന്നുള്ളത് നാളത്തെ രാവിലത്തെ ട്രേഡിംഗ് സെഷനിൽ തന്നെ അറിയാൻ കഴിയും. ഇപ്പം ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ പ്രൈസ് ആക്ഷൻ എനിക്ക് തോന്നി. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സപ്ലൈ റേഞ്ച് ബ്രേക്ക് ചെയ്തു ആൻഡ് സപ്ലൈ റേഞ്ചിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് അപ്സൈഡ് പോയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി. ആൻഡ് വീണ്ടും ഒരു ടെസ്റ്റിംഗ് പോലെ 56,700 റേഞ്ചിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടലി ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ചും കൂടെ നല്ല ബെറ്റർ പ്രൈസ് ആക്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ നാളെ ഈ ഒരു പോസിറ്റീവ്നെസ് മാർക്കറ്റിൽ ഉണ്ടാവോ ഇല്ല എന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ബജാജ് ഫിനാൻസും നെസ്ലയും ബജാജ് ഫിൻസർവ്, ഏഷ്യൻ പെയിന്റ്സ്, ട്രെൻഡ് എന്നിവയാണ് ടോപ്പ് ഗെയിനേഴ്സിലുള്ളത്. അപ്പോൾ ടോപ്പ് ലൂസേഴ്സിലുള്ളതെന്ന് പറഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ, ഇൻഫോസിസ്, ടെക് മഹീന്ദ്ര ആൻഡ് ആക്സിസ് ബാങ്ക് ആണ്. അപ്പോൾ ഈ ടോപ്പ് ഗെയിനേഴ്സിലുള്ളതിൽ എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക് ബജാജ് ഫിനാൻസ് ആയിരുന്നു. ബജാജ് ഫിനാൻസ് 2 ദിവസമായിട്ട് ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട്, ബട്ട് എൻട്രി ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് നല്ലൊരു മൂവ്മെൻറ്റ് ബജാജ് ഫിനാൻസ് തന്നിട്ടുണ്ട്. അപ്പം ബജാജ് ഫിനാൻസിൻ്റെ ഡേ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇന്നലെ ചെറിയൊരു സപ്ലൈ സോണിലായിരുന്നു മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ആൻഡ് ഇന്ന് ആ സപ്ലൈ സോൺ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകാനാണ് ഉണ്ടായത്. ആൻഡ് 1090 എന്ന റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ബജാജ് ഫിനാൻസിൽ ഞാൻ കാണുന്നത്. കുറച്ച് കാലമായി വാച്ച് ചെയ്തിരുന്നതാണ് ബജാജ് ഫിനാൻസിൽ. അപ്പോൾ ഇന്ന് എൻട്രി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല, ഞാൻ പിന്നെ നോക്കിയപ്പോഴാണ് കണ്ടത്. സോ അല്ലെങ്കിൽ ബജാജ് ഫിനാൻസിലൊരു എൻട്രി ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത സ്റ്റോക്ക് നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഏഷ്യൻ പെയിന്റ്സ് ആണ് ടോപ്പ് ഗെയിനേഴ്സിലുള്ളത്. ഏഷ്യൻ പെയിന്റ്സ് വളരെ നല്ലൊരു പ്രൈസ് ആക്ഷൻ എന്ന് കാണിച്ചിട്ടുണ്ട്. ഏഷ്യൻ പെയിന്റ്സ് ഒരു മേജർ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ഡിമാൻഡ് ഏരിയയിൽ നിന്ന് ഒരു നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ കാണിച്ചിട്ടുണ്ട്. സോ ടോട്ടലി ഒരു നല്ല പ്രൈസ് ആക്ഷനാണ്. ബട്ട് ഞാൻ പറയുന്നു ഈ ഒരു റേഞ്ച് എന്തായാലും ബ്രേക്ക് ചെയ്യട്ടെ. ആ ഒരു വിക്കിന് മുകളിൽ പോയി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഏഷ്യൻ പെയിന്റ്സിൽ ഈ ഒരു ഹൈ റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നതായിരിക്കും. എങ്കിൽ ആ ഒരു വിക്കിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ മേ ബി ഒരു 8% മൂവ് ഞാൻ ഏഷ്യൻ പെയിന്റ്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഞാൻ എന്തായാലും വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കൂടുതൽ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യാനായിട്ട് ഏഷ്യൻ പെയിന്റ്സ്. ശേഷം നമുക്ക് എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് കാണിച്ചു തരാം. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ഒരു സോണിൽ നിൽക്കുകയാണ്, ഒരു ഡിമാൻഡ് ഏരിയ തന്നെയാണ്. മാർക്കറ്റ് കുറച്ചധികം, അതായത് എത്ര ശതമാനമാണ് ഇടിഞ്ഞതെന്ന് പറഞ്ഞാൽ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് മാക്സിമം ഒരു 50%ഓളം ഈ സ്റ്റോക്ക് ഇടിഞ്ഞ ശേഷം ഒരു ബേസ് ഉണ്ടാക്കി സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ കൺസോളിഡേഷൻ, ഒരു അക്യുമുലേഷൻ ഫേസിൽ നിൽക്കുകയാണ് ഗോദ്രേജ് പ്രോപ്പർട്ടീസ്. അപ്പം 2135 അല്ലെങ്കിൽ 2155 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി ചെറിയൊരു മൊമെന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരു 12% മൂവ് ഗോദ്രേജ് പ്രോപ്പർട്ടീസിൽ പോസിബിൾ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഇത് റെക്കമെൻഡേഷൻ അല്ല, മറിച്ച് നമ്മൾ ഓരോ സ്റ്റോക്സും അനലൈസ് ചെയ്യുകയാണ്. ഓക്കെ, ആൻഡ് അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് HDFC അസറ്റ് മാനേജ്മെന്റ് ആണ്. HDFC അസറ്റ് മാനേജ്മെന്റ് ഞാൻ കഴിഞ്ഞ 2-3 മാസമായിട്ട് എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളതാണ്. സോ HDFC അസറ്റ് മാനേജ്മെന്റും നല്ല രീതിയിലുള്ള ഒരു പ്രൈസ് ആക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് ടോട്ടലി ഒരു എന്താ പറയുക സോണിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് എൻ്റെ മേജർ ഡിമാൻഡ് സോണ്. 5,300 ആണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഈ ഒരു ഡിമാൻഡ് സോണിലാണ് സ്റ്റോക്ക് ഹോൾഡ് ചെയ്തത്. പലവട്ടം ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഏരിയയാണ് സപ്ലൈ സോൺ എന്ന് പറയുന്നത്. സപ്ലൈ ഞാൻ മാർക്ക് ചെയ്ത് തരാം, സപ്ലൈ ആണ്. സോ ഈ 2 ഏരിയയിലാണ്, ഇതാണ് അടുത്ത സപ്ലൈ. അപ്പം HDFC അസറ്റ് മാനേജ്മെന്റ് ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്ന് അടുത്തൊരു സപ്ലൈ സോണിലേക്ക് പോവുകയാണ്. അപ്പോൾ 5,900 ബ്രേക്ക് ചെയ്താൽ 6,000ലേക്ക് ഒരു ക്വിക്ക് മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ HDFC അസറ്റ് മാനേജ്മെന്റ് നമുക്ക് വാച്ച് ലിസ്റ്റിലിട്ട് വരുന്ന ദിവസങ്ങളിൽ ട്രേഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിഷ്യേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, പിന്നെ ഞാൻ ഇന്ന് എൻട്രി എടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത്
അദാനിയാണ്. അദാനി പവറിൽ ഞാൻ ഒരു എൻട്രി പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. 150 റേഞ്ചിൽ കുറച്ച് ആവറേജ് പ്രൈസിൽ എനിക്ക് കുറച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അദാനി പവർ. ആൻഡ് ഇന്ന് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങി. ഇപ്പം ഇന്ന് നല്ലൊരു ക്ലോസിംഗ് കിട്ടിയിട്ടുണ്ട്. 157 റേഞ്ചിൽ ക്ലോസിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ 163, 170 റേഞ്ചിലേക്ക് പോകുമെന്നുള്ള രീതിയിൽ ട്രേഡ് ഹോൾഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം ഇത്രയും സ്റ്റോക്സ് ആണ് ബേസിക്കലി എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ളത്. ഇപ്പം ബാക്കി സ്റ്റോക്സ് എല്ലാം നാളെ രാവിലെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇത്രയും സ്റ്റോക്സ് ആണ് ഒരു ഇനിഷ്യൽ ലെവലിൽ ഞാൻ വാച്ച് ലിസ്റ്റിൽ നാളത്തെ ദിവസത്തേക്കും അടുത്ത ദിവസത്തേക്കൊക്കെ വെച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു അപ്ഡേറ്റ് തരാനുള്ളത് സ്വിഗ്ഗിയുടെ സ്റ്റോക്കാണ്. അപ്പോൾ സ്വിഗ്ഗി നല്ല ഒരു ബൈയിങ് പ്രഷർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എൻട്രി പറഞ്ഞത് 437 ഞാൻ എൻട്രി എടുത്തത്. ആൻഡ് ഇപ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് 444 ആണ്. സാമാന്യം നല്ല ക്ലോസിംഗ് ആണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സപ്ലൈ സോണിലേക്ക് വരുമെന്നാണ്. 460 റേഞ്ചിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ എത്തുമെന്നാണ് ഞാൻ സ്വിഗ്ഗിയിൽ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്സ് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പേരിടാം. ആൻഡ് അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി നമുക്ക് മെസ്സേജ് ചെയ്യാം. നമുക്ക് ആ സ്റ്റോക്സ് എല്ലാം അനലൈസ് ചെയ്ത് വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നാളെ രാവിലെ പോസ്റ്റ് മാർക്കറ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.